പ്ലസ് ടു കാലഘട്ടം ഒരു ഒന്നൊന്നര പൊളി വിളിച്ച ആൾക്കാരുണ്ടോ? കമോൺ ഗൈസ്. എൻ്റെ അക്കാഡമിക് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്ത് മറന്ന് അല്ലെങ്കിൽ ഈ 2 വർഷം തീർന്നു പോകരുതേ എന്ന് ആശിച്ചു പോയിരുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് കേട്ടോ. പ്ലസ് ടു, വാട്ട് എ പ്ലസ് ടു. ചിലവർക്ക് ഹൈസ്കൂളായിരിക്കും അവരെ വൺ ഓഫ് ദി ഫേവറേറ്റ് മൊമെൻറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ചിലവർക്ക് യൂണിവേഴ്സിറ്റി കാലഘട്ടമായിരിക്കും. അവിടെ നിന്നായിരിക്കും നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകളും സൗഹൃദങ്ങളും അവിടുന്ന് പല സ്റ്റാർട്ടപ്പുകളായിട്ടും അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് വലിയ വലിയ ബിസിനസ്സുകളിലേക്കൊക്കെ പോയ ഒരുപാട് കഥകളും പരിപാടികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലൊക്കെ അൻവർ റഷീദും അതുപോലെ തന്നെ ആഷിഖ് അബു, പ്രിയദർശൻ, മോഹൻലാൽ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കിടിലൻ പരിപാടികൾ അല്ലെങ്കിൽ കിടിലൻ മെമ്മറീസൊക്കെ തന്നിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് കേട്ടോ. യൂണിവേഴ്സിറ്റി കാലഘട്ടം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. യൂണിവേഴ്സിറ്റി കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് വേറെ കുറേ നമ്മളെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്സിനും അതുപോലെ തന്നെ മറ്റ് ചില പേഴ്സണൽ ഗ്രോത്തിനൊക്കെ ഒരുപാട് മുതൽക്കൂട്ടായിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങൾ നമ്മളിപ്പോഴും കീപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ട്. 10ാം ക്ലാസ് ഞാൻ വലിയൊരു സ്കൂളാണ് കഴിഞ്ഞത്. ഏകദേശം 4000-ഓളം കുട്ടികൾ പഠിച്ചിരുന്നൊരു വലിയൊരു സ്കൂളാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഈ തരികിട പരിപാടികൾ കളിച്ചിട്ട് അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അത്യാവശ്യം നല്ല സ്കില്ലും പരിപാടികളൊക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര സ്റ്റാറായി കിടിലനായി പരിപാടിയായിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇടിച്ച് കയറാനുള്ള ഒരു 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 കോൺഫിഡൻസ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ഏജ് ഉണ്ടല്ലോ, ഒന്നാമത് ഈ 10ാം ക്ലാസ്സിൻ്റെ ആ ഡിപ്രഷനും കാര്യങ്ങളും പരിപാടികളും ആദ്യമായിട്ടൊരു പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഈ വീട്ടിൽ നിന്നുള്ള പ്രഷർ അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ പ്രഷർ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിലൊരു ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്ലസ് ടുവിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസാണ്. അത്യാവശ്യം കുറച്ചൊരു പരിപാടി ഉള്ള തലയിൽ ചെറിയൊരു പരിപാടി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടത് അങ്ങനെ സ്മൂത്തായിട്ട് പഠിച്ചു പോകും. പക്ഷേ കളിക്കേണ്ടത് നമ്മൾ കിടിലനായിട്ട് കളിച്ചു പോവുകയും ചെയ്യാം. പക്ഷേ എനിക്ക് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന കിടിലൻ ടീമായിരുന്നു. അടിപൊളി ക്ലാസ് ആയിരുന്നു. ഈ ഒരു 2 വർഷം തീർന്നു പോകരുതേ എന്നായിരുന്നു എന്നെ പോലെ തന്നെ എൻ്റെ ക്ലാസ്സിലുള്ള ഒരുപാട് എൻ്റെ കൂടെ പഠിച്ചിരുന്ന എല്ലാ ക്ലാസ്മേറ്റ്സിൻ്റെയും മനസ്സിലുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ഒരു പ്രായം ഉണ്ടല്ലോ, പ്രായം എന്ന് പറയുമ്പോൾ ഒരു 15 മുതൽ 17, 18 വരെ. പിന്നെ ഒരു അഡോളസൻസ് ഏജ് എന്ന് പറയുമ്പോൾ ഒരു കിടിലൻ ടൈമല്ലേ നമ്മളെ ലൈഫിലെ. നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ഫുഡ് ഒരുമിച്ച് ഷെയർ ചെയ്യുക, അതൊക്കെ നമ്മളെല്ലാ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. പ്ലസ് ടു ഞാൻ പഠിച്ച സ്കൂളെന്ന് പറയുന്നത് അത്ര വലിയൊരു സ്കൂളല്ല, കുറച്ച് കുട്ടികളുള്ളൊരു സ്കൂളാണ്. അപ്പോൾ നമ്മൾ ചെറിയ തരികിട പരിപാടികളൊക്കെ വെച്ചിട്ട് സ്റ്റാർ ആവാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. പ്ലസ് ടു തനി തങ്കം സാർ, തനി തങ്കം.